നമ്മുടെ വ്യൂവേഴ്സിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്നും ചെയ്യാം. പിന്നെ എന്തുണ്ട് ഭയങ്കര ചൂട്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം 40 ഡിഗ്രി, നല്ല ചൂടാണ്. ഇതിലും ചൂട് കൂടാറുണ്ട്. ഹ്യൂമിഡിറ്റി വന്നില്ല ഇതുവരെ, എന്തെങ്കിലും ഭയങ്കര ചൂടുണ്ട്. 2 മാസത്തെ ഹ്യൂമിഡിറ്റി നമുക്ക് സഹിക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ഓഗസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും നല്ല ചൂടാണ് ഇവിടെ. പുറത്തൊക്കെ ഇറങ്ങി ഈ ഉച്ച സമയത്തൊക്കെ പുറത്ത് ഇറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പൊയ്ക്കോ മോനെ. മാഷാ അല്ലാ, ഈ ചൂടിൽ ഭയങ്കര ഇവരൊക്കെ സമ്മതിക്കണം. ചൂടിൽ ഡെലിവറി ചെയ്യാണ്, ചൂടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. നമുക്ക് കാറിൽ AC ഇട്ടാൽ നമ്മുടെ ചൂട് കൺട്രോൾ ചെയ്യാം. പക്ഷെ അവരങ്ങനെയല്ല, അവർ ചൂടത്തും പണിയെടുക്കുന്ന ആൾക്കാരാണ്. എന്തൊക്കെയാ വിശേഷമൊക്കെ? ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ അബുദാബിയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, നമ്മുടെ കൂട്ടുകാരൻ ഇവിടെയാണ്, റഷീദിയയിലാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങി, ഒരു 10-11 മണിയാകുമ്പോഴേക്ക് തന്നെ ഇറങ്ങി. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോപ്പൊക്കെ ഇട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം 1 മണി 1:30 മണി 1:45 ആയി. അപ്പോൾ നമ്മളിനിയിപ്പോൾ അജ്മാനാണ് പോകേണ്ടത്. നമ്മുടെ ഫ്രണ്ടിനാണ് വഴി അറിയാം, നമുക്കറിയില്ല കേട്ടോ. അപ്പം ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ട് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തിൽ നമുക്ക് എവിടെ വേണം പോവാം, കുഴപ്പമില്ല. ഞാനിങ്ങനെ എന്താ സംസാരിക്കാം, എൻ്റെ ഭാഷ വേറെ. നമ്മള് കടക്ക് മലയാളം സംസാരിക്കും. നമ്മുടെ ഭാഷ ചെറിയ എന്താ പറയുക ലാഗ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും മൈൻഡ് ആക്കണ്ട ടൈസ്. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്ത് തരണം. ഓക്കെ, ഫോൺ വരുന്നുണ്ട്. ഇപ്പോൾ അറ്റൻഡ് ചെയ്യണ്ട, നമുക്ക് ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം അറ്റൻഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ്. ഇവിടെ UAE ഇന്നലെ ആയിരുന്നു പെരുന്നാൾ, ഫ്രൈഡേ ആയിരുന്നു. ഇതിപ്പോൾ നാട്ടിൽ നിന്നാണ്, സാറ്റർഡേ ആണ്. അപ്പോൾ ഇത് സാറ്റർഡേ ദിവസമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അബുദാബിയിൽ നിന്ന് ദുബായിക്ക് വരുമ്പോഴേക്ക് റോഡൊക്കെ ഭയങ്കര കാമാണ്. സാധാരണ നിലയിലുള്ള ട്രാഫിക്കൊന്നും ഇന്ന് കാണാൻ എല്ലാവരും ഇന്നലെ രാത്രി വരെ ഈദ് സെലിബ്രേറ്റ് ചെയ്ത് എല്ലാവരും കിടന്നുറങ്ങാമായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ എത്താൻ വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് സ്റ്റോപ്പൊക്കെ ഇട്ടതുകൊണ്ട് ഞാൻ എത്താൻ കുറച്ച് വൈകി. അപ്പോൾ ഞങ്ങളത് തന്നെയാണ് പ്രതീക്ഷിക്കുക. ഇപ്പോഴും റോഡൊക്കെ ഫ്രീ ആയിരിക്കും. നോർമലായിട്ട് അജ്മാൻ ഭയങ്കര ട്രാഫിക്കാണ്, ഡ്യൂട്ടി സമയമൊക്കെയുള്ള സമയം. ഇന്ന് ഓഫ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ട്രാഫിക് ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കണ്ടോ മുകളിൽ കണ്ടോ? ഓരോ മിനിറ്റിനും ഓരോ ഫ്ലൈറ്റ് ലാൻഡ് ആവുക. ഇവിടെ ഇത് നമ്മൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ 1 and 3 1 and 3ന്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. മുകളിലൂടെ പറഞ്ഞാൽ തൊട്ടടുത്തൂടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ മിനിറ്റിനും ഫ്ലൈറ്റ് വന്നിറങ്ങുന്ന കാണാം. റഷീദിയയിലുള്ളവർക്ക് ഇത് സ്ഥിരം കാഴ്ചയാണ്. നമുക്ക് ലെഫ്റ്റ് ഒക്കെ ലെഫ്റ്റ്. ഓക്കെ, ഷാർജ എക്സിറ്റിലൂടെ നമുക്ക് പോവാം. നമ്മളെ വ്യൂവേഴ്സിനോട് നിനക്ക് എന്താ പറയാനുള്ളത്? എന്ത് പറയാന്, ഞങ്ങൾ പ്രവാസികളാണ്. അതെ, നമ്മൾ പ്രവാസികളാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക ഒരു ട്രൈ ആണ്. ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. കുറേ വീഡിയോസൊക്കെ കുറേ ചാനലുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒന്നിലും നമ്മളിതിന് മുമ്പ് വേറൊരു ചാനൽ ചെയ്തിരുന്നു. അത് നമ്മൾ ചെയ്തിരുന്നത് പക്ഷേ മൊബൈലിൻ്റെ ടെക്കും കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അതിൽ സക്സസ് കിട്ടിയില്ല അല്ലേ? അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് നമ്മൾ ഇപ്പോൾ, അതാണ് നമ്മൾ ട്രൈ ഇടുന്നത്.
നോക്കട്ടെ ഇതുവരെ നിങ്ങളൊക്കെ സഹായം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൊന്ന് പിടിച്ച് കയറാം. ഓക്കെ, നമ്മളിപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അല്ലേ ഇത്? മുഹമ്മദ് ബിൻ സായിദ് 311. ഓക്കെ, നമ്മൾ 311 പോകുന്നത് ഇപ്പോൾ. കുറച്ച് വണ്ടികളൊക്കെ നിലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, 130 ആണ് മാക്സിമം സ്പീഡ് ഇവിടെ. ഓക്കെ, 130 ആണല്ലേ? 130 ആണ് മാക്സിമം സ്പീഡ്. അപ്പോൾ നമുക്ക് സേഫായി ഡ്രൈവ് ചെയ്തല്ലേ? അതെ, നമുക്ക് ഒരു 100 വെച്ച് പോവാം അല്ലേ? എൻ്റെ ക്യാമിൻ്റെ ബാറ്ററി കുറവാണ്. POVൻ്റെ ക്യാപ്പിലുള്ള ക്യാമിൻ്റെ ബാറ്ററി കുറവാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഓഫ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഓഫ് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലത്തെ ക്യാമറ വെച്ച് മാത്രം നമുക്ക് പുറത്തത്തെ വ്യൂ എടുക്കാം. പിന്നെ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അകത്തത്തെ വ്യൂ എടുക്കാം. എന്താ പറയുന്നത്? ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ ക്യാമറ ഓഫ് ചെയ്യാൻ പോകണം ഗൈസ്. ഓക്കെ.